പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ അവർക്ക് ഈ മക്കൾ ഇല്ലാണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാണ്ട് അവരൊക്കെ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ചിൻ തലയും വന്ന കണ്ടോ? കണ്ടോ? ഇവിടെ വെച്ചുണ്ടായതായത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആദ്യമേ വന്നൊരു ശാന്തിനെ പാമ്പ് അവിടെ വെച്ച് കൊത്തിയെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഈ അണ്ണാച്ചേര് പറഞ്ഞ് അഥവാ ഞാൻ മരിക്കുകയാണ് എന്നെ എങ്ങനെയെങ്കിലും നാട്ടിലൊന്ന് എത്തിച്ചേക്കണമെന്ന് പറഞ്ഞു. എനിക്കെൻ്റെ പേടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കോട്ടയം പാമ്പാടി ഒരു കൂട്ടരി കൊടുങ്ങല്ലൂർ മാല ഇട്ടിട്ട് അവർക്ക് കെട്ടുമുറുക്കാൻ ആളെ കിട്ടിയില്ല. അപ്പോൾ കരഞ്ഞുണ്ട് അവർ മാല ഊരി വെച്ചിട്ട് കിടന്ന്. അന്ന് രാത്രി അമ്മ എന്നെ കാട്ടിക്കൊടുത്ത്, നിങ്ങൾ കൊടുങ്ങല്ലൂർ വന്നേ മതി, ഞാൻ കൊടുങ്ങല്ലൂർ വരും, അവിടെ വെച്ച് കെട്ട് നിറച്ച് എനിക്ക് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇവരോട് പറഞ്ഞ് തിരിച്ചു വന്നച്ചനോട് പറഞ്ഞു അമ്മ എനിക്ക് കെട്ടുമുറുക്കി തരണമെന്ന്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് കെട്ടുമുറുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെ? അത് അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അമ്മ ഓർക്കിത്ത. ഞാൻ പറഞ്ഞ് അമ്മ പറഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഭഗവതിയോടെ ഒന്ന് മനസ്സുകൊണ്ട് ചോദിക്കട്ടെ. അന്നേരം അമ്മ പറഞ്ഞ് നീ ചെയ്ത് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വെച്ച് കെട്ടുമുറുക്കി അവർ നടയെ വെച്ച് സുഖമായിട്ട് പോയി. ഇത്തവണ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ചെന്നപ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ടായി. കൊടുങ്ങല്ലൂർ ചെന്നപ്പോഴത്തേക്ക് ഒരാൾ 3 വർഷമായിട്ട് ദേവിയെ തൊഴുമ്പോൾ എൻ്റെ മുഖം കാട്ടിക്കൊടുക്കുന്നെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മുഖം കാട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ എനിക്കും അറിയാൻ മേല, പുള്ളിക്കും അറിയാൻ മേല, എങ്ങാണ്ട് കിഴക്കുന്ന് വന്നതാണ്. ഇത്തവണ ചെന്ന് ഞങ്ങളവിടെ പൊലി വെച്ച് ഞങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തെ ഈ ചെറുക്കൻ അകത്ത് കയറി തൊഴുതപ്പോൾ പറഞ്ഞു നീ തിരക്കിയ ആൾ പുറത്തിരിപ്പുണ്ടെന്ന് പറയും. ഇവൻ അകത്ത് നോടിയാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ പറഞ്ഞു അമ്മ ഞാൻ 3 വർഷമായി അമ്മയെ കാണാൻ നടക്കുന്നതെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവനും അറിയത്തില്ല. അവൻ കയറി നടയെ തൊഴുമ്പോൾ എൻ്റെ മുഖം കാണിച്ചു, എന്നെ കാണുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അവൻ എന്തൊക്കെ കാര്യം ചോദിച്ചു, അമ്മ എന്തൊക്കെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ കോട്ടയം പാമ്പാടി ഒരു കൂട്ടരി കൊടുങ്ങല്ലൂർ മാല ഇട്ടിട്ട് അവർക്ക് കെട്ടുമുറുക്കാൻ ആളെ കിട്ടിയില്ല. അപ്പോൾ കരഞ്ഞുണ്ട് അവർ മാല ഊരി വെച്ചിട്ട് കിടന്ന്. അന്ന് രാത്രി അമ്മ എന്നെ കാട്ടിക്കൊടുത്ത്, നിങ്ങൾ കൊടുങ്ങല്ലൂർ വന്നേ മതി, ഞാൻ കൊടുങ്ങല്ലൂർ വരും, അവിടെ വെച്ച് കെട്ട് നിറച്ച് എനിക്ക് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ഇവരിങ്ങനെ വണ്ടിക്കാരെയൊക്കെ നോക്കി ഇരിക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞ് അത് ഈ അമ്മേനാണ് കാണിച്ചതെന്നു പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഞാൻ വെച്ചിട്ട് ചായ കുടിക്കാനായിട്ടങ്ങ് പോയി. ഇവരോട് പറഞ്ഞ് തിരിച്ചു വന്നച്ചനോട് പറഞ്ഞു അമ്മ എനിക്ക് കെട്ടുമുറുക്കി തരണമെന്ന്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് കെട്ടുമുറുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെ? അത് അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അമ്മ ഓർക്കിത്ത. ഞാൻ പറഞ്ഞ് അമ്മ പറഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഭഗവതിയോടെ ഒന്ന് മനസ്സുകൊണ്ട് ചോദിക്കട്ടെ. അന്നേരം അമ്മ പറഞ്ഞ് നീ ചെയ്ത് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വെച്ച് കെട്ടുമുറുക്കി അവർ നടയെ വെച്ച് സുഖമായിട്ട് പോയി. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് അമ്മ കൂടെ നമുക്ക് നിൽക്കും. അമ്മയുടെ പേരിൽ ഒരു 10 രൂപ സമ്പാദിച്ച് നമ്മൾ ഇന്ന് വരെ എടുത്തിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെപ്പോലെ തന്നെ പാവങ്ങളെ സഹായിക്കണം, അന്നദാനം കൊടുക്കണം. ഒന്നിച്ച് ഇച്ചിരി പ്രയാസപ്പെട്ടാണേലും അമ്മയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോഴേ നടക്കാൻ പോകുന്നത് മഹാചണ്ഡിക ഹോമം, സപ്താഹം, കാളിക ഹോമം, അഞ്ജനേയ ഹോമം, സുദർശന മന്ത്ര ഹോമം, അങ്ങനെ മൃത്യുഞ്ജയ മന്ത്ര ഹോമം, അമ്മയുടെ കളവെഴുത്തും പാട്ടും ഇതെല്ലാം ഉണ്ട്. പക്ഷെ കയ്യിലൊന്നുമില്ല. ഭഗവതി തരുമെന്നുള്ള കൃപ കൊണ്ട് അമ്മ നടത്തിക്കൊണ്ട് ചെയ്യുമെന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്. എല്ലാ കൃത്യസമയത്ത് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ആ സമയത്ത് കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കും. ആരെങ്കിലും ആയിട്ട്, അതായത് ഇവിടങ്ങളിലുള്ള നമ്മുടെ ജാതി അല്ലാത്ത ജാതി വരെ എനിക്ക് ആൾക്കാർ വരെ തരും. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വരെ തന്നിട്ടുണ്ട്, എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അത് അമ്മയുടെ കൃപയല്ലേ. അമ്മയുടെ കാരണം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. നമ്മളൊരു നിമിത്തമെന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ മകളെ കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം അത് കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പൂജ ഇട്ടെങ്കിൽ നമ്മളെങ്ങനെ കല്യാണം കഴിക്കും. പക്ഷെ അമ്മ വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യം അമ്മ വന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ 6 മാസം കഴിയുമ്പോൾ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ അനുഗ്രഹിച്ച് ഒരാൾ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ കല്യാണം കൊണ്ടുപോയി. ഞങ്ങൾ 7 ദിവസം അവിടെ പൂജ ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ മകളെ കല്യാണം കഴിക്കാനും കൂടുതൽ കാശ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ഭഗവതി പറഞ്ഞത് കാരണം എത്ര 18 ഏക്കറിനകത്ത് ഒരു അമ്പലം, ആ 18 ഏക്കറിനകത്ത് കൊള്ളാവുന്ന ആളവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ, അതായത് അവരെ സംബന്ധിച്ച് ഒരു മണിയുണ്ട്, ആ മണി അടിക്കണം, അവരനുഗ്രഹിക്കണം, എന്നാലും അവരുടെ വിശ്വാസം. ഇത്രയും ആളിനകത്തൊന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ ഭഗവതി ഒന്ന് കാണിച്ചു കൊടുത്ത് അന്നേരം എനിക്ക് 2.5 പവൻ്റെ മാല, ഈ ചന്ദനം കെട്ടിയ മാല അവർ ആ സമയത്ത് എനിക്കിട്ട് തന്നു. അങ്ങനെ അവിടുന്ന് 7 പവൻ്റെ സ്വർണം തന്നെ അവർ നമ്മൾ ചോദിക്കാതെ തന്ന് വേറൊരു ക്ഷേത്രത്തിൽ കയറി അവരെ നാഗകന്യയുടെ തലയിലിരിക്കുന്ന പുഷ്പം എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് ഈ അണ്ണാച്ചിയുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കണമായിരുന്നു.
അതും ചെയ്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ആദ്യമേ വന്നൊരു ശാന്തിനെ പാമ്പ് അവിടെ വെച്ച് കൊത്തിയെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഈ അണ്ണാച്ചേര് പറഞ്ഞ്, അഥവാ ഞാൻ മരിക്കണം, എന്നെ എങ്ങനെയും നാട്ടിൽ നിന്ന് എത്തിച്ചേക്കണം എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ പേടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ പേടിച്ച് പോകും. ഈ 5 അതായത് ഉള്ളറെ കയറി നമ്മൾ ഒരു അറയ്ക്കാത്ത കൂടെ കയറി അങ്ങോട്ട് അവിടെ ചെന്നിട്ട് ഞാനമ്മ അവരിൻ്റെ പാലും പഴമൊക്കെ തന്നു. ഞാൻ പറഞ്ഞത് ഇത് കഴിച്ചിട്ട് അപ്പോൾ തലേന്ന് ഇച്ചിരി പുഷ്പം എടുത്ത് എനിക്ക് തരണേ, എനിക്കൊന്നും അറിയാൻ പറ്റില്ല, അമ്മ പറഞ്ഞു വിട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പുഷ്പം എടുത്തുകൊണ്ട് വന്ന് ഞാൻ അനുഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അരപ്പവൻ്റെ മോതിരം, അരപ്പവൻ്റെ കമ്മലും അവിടെ വെച്ച് എനിക്ക് തന്നെ. അങ്ങനെ എൻ്റെ മകളുടെ ജീവിതത്തിൽ എൻ്റെ മകളെ കെട്ടിക്കാനുള്ള കാരണങ്ങൾ ആയി. 2ാമത്തെ മകളെ കെട്ടിക്കാനും ഈ നാട്ടുകാർ എനിക്ക് സ്വർണ്ണം എല്ലാം അമ്മയുടെ കാരണത്തിലെല്ലാം ഇവിടെ കൊണ്ടു തന്ന്, പക്ഷെ എല്ലാം കൊടുക്കുകയും ചെയ്ത്. അങ്ങനെ എനിക്ക് ആരെങ്കിലുമായിട്ട് അമ്മ കൊണ്ടുവരും ഇവിടെ എന്നുള്ള. പിന്നെ ഇവിടെ കരഞ്ഞു വരുന്ന ആരെങ്കിലും കരഞ്ഞ് എന്നോടൊരു കാര്യം പറയുകയാണ്, അവരേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞ് അമ്മയോട് പറയും. കാരണം അവരുടെ കാര്യം നടക്കണ്ടേ. ഒരാളുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റത്തില്ല, നമ്മളൊരാളെയും വഞ്ചിക്കത്തുമില്ല. അങ്ങനെ ഇത്രയും നാൾ വരെ നമ്മൾ നടന്നു. അപ്പോൾ ഈ ഒരു ക്ഷേത്രം ചെറുതാണെങ്കിൽ പോലും, ഇപ്പം മഹാക്ഷേത്രത്തിനെ വെച്ച് ഇത് ചെറുതാണല്ലോ, പക്ഷേ ഇവിടെ നടക്കാത്ത സംഭവങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് നടക്കും. നമ്മളെന്ത് വിചാരിക്കുന്നു, അമ്മ എനിക്കിത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ നമ്മളൊരു ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ മതി. അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നന്മ ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കളും, എനിക്ക് ആ മക്കളില്ല, 2 പെൺമക്കളാണ്. പക്ഷേ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നത് എൻ്റെ പെൺമക്കളല്ല, എൻ്റെ മരുമക്കളാണ് നിൽക്കുന്നത്. 2 മരുമക്കളും ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന അവരാണ്. എൻ്റെ പെൺമക്കളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും എൻ്റെ ആമക്കൾ ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എവിടെ പോയാലും അവരെൻ്റെ മുന്നേ വരും. പിന്നെ എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച് ഒരലമ്പും വഴക്കും യാതൊന്നുമില്ല. അപ്പം നമുക്കിത് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്നതല്ലാതെ കണ്ട് അത് പറ്റത്തില്ല എന്ന് നമ്മൾ പറയുന്നത്. അതൊക്കെ ഭഗവതിയുടെ ഒരു കൃപയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളോട് വന്നപ്പോൾ ഭക്തനുകൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ചെയ്യുമ്പോൾ അവർ ഏറ്റവും എടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയുടെ കയ്യിലൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല. അമ്മ ഇപ്പോൾ ചിലപ്പോൾ കടമോ അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നത് ഇവിടെ തന്നെ പറയണ്ടേ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ അവർക്ക് ഈ മക്കളില്ലാണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാണ്ട് അവരൊക്കെ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ചിൻ തലയും വന്ന കണ്ടോ ഇവിടെ വെച്ചുണ്ടായതാണ് ആണല്ലേ. ചേച്ചി പറയണ്ടേ, ഇവിടെ വെച്ചുണ്ടായത്. അങ്ങനെ ഒരുപാട് പേർക്ക് അവർ വന്ന് അവരുടെ മനസ്സ് തുറന്ന് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അതിലും മനസ്സ് തുറന്ന് ഞാൻ ഭഗവതിയുടെ, കാരണം ഭഗവതിയുടെ മുന്നിൽ വരുന്നത് അവർക്ക് കാര്യം സാധിക്കാനല്ലേ. പിന്നെ ചിലരുടെ കഷ്ടകാലം കൊണ്ട് ഇത്തിരി താമസിക്കും, ചിലർക്ക് പെട്ടെന്നുണ്ട്. എന്നാലും നമ്മൾ അറിഞ്ഞ അമ്മയെ വിളിച്ച അമ്മ നമ്മളെ കനിയുമെന്നുള്ളത് ഉറപ്പാണ്. അത് യാതൊരു സംശയവും. മക്കളുണ്ടാവാണ്ടിരിക്കുന്ന ഒരു ദമ്പതികൾ അവരോട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവിടെ ചെയ്യുന്ന ആദ്യം അമ്മ വന്നിട്ട് അവർക്ക് എന്താണ് ദോഷമെന്ന് നമ്മൾ നോക്കും. അമ്മ നോക്കിയിട്ട് ആ ദോഷത്തിനുള്ള പരിഹാരം പറയും. പരിഹാരം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സന്തതി ഉണ്ടാകും. മംഗല്യയോഗമാണെങ്കിൽ അങ്ങനെയാണ്. മംഗല്യയോഗമാണെങ്കിൽ ഇപ്പം നമ്മൾക്കറിയാൻ പറ്റത്തില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹമാണല്ലോ, ഇപ്പോൾ സ്നേഹിക്കുന്ന പിള്ളേർ തന്നെ ചെയ്തോ, അങ്ങനെയൊക്കെ ഒരുപാട് കേസ് കേട്ടുണ്ട്. അപ്പം അത് വന്ന് അമ്മ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയും. അവർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ നടന്നിരിക്കും. പ്രത്യേക പൂജ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് ദോഷം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പൂജകൾ പറയും. അത് നമ്മൾ താങ്ങാൻ പറ്റുന്ന പൂജയാണ് പറയുന്നത്. അത് നമ്മൾക്ക് നിർബന്ധിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്ന്. അല്ല ചെയ്തേ പറ്റത്തുള്ളെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. അതുപോലെ ലക്ഷണ കാര്യത്തിലും ഇത്രേ തന്നേ പറ്റത്തുള്ളൂ അതും പറയത്തില്ല. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ള ഒരു നാണയം ഉള്ളെങ്കിൽ അതൊരു രക്ഷണയല്ലേ, അത് മതി നമുക്ക്. അപ്പം ഒരു നാണയം തന്നവർക്കും 100 രൂപ എന്നല്ല 500 തന്നവരും ഭഗവതിക്ക് ഒരുപോലെ ഉള്ളു. ഒരു വ്യത്യാസവും കാണിക്കാൻ അമ്മ സമ്മതിക്കത്തുമില്ല, നമ്മൾ കാണിക്കത്തുമില്ല. അങ്ങനെയാണ് നമ്മൾ ഇത്രയും ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോയത്. ഇനിയും ബാക്കി ഭഗവതി എല്ലാം ഞങ്ങൾക്ക് നടത്തി തരുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു അമ്മ വെച്ച് ആരാധിച്ച് വന്നൊരു ചെറിയ ഇതിൽ നിന്ന് ഇപ്പം ഇത്രയും വലിയൊരു ക്ഷേത്രമായി മാറുന്ന ഒരു വലിയ ഇത് തന്നെയാണല്ലോ. അപ്പം അത്രയും അനുഭവം. വെറും തറയായിരുന്നു നമുക്ക്, വെറും തറ വെച്ച് ഞങ്ങൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് തറ മാറി, പിന്നെ അത് വലിയ തറയായി, പിന്നെ അത് ക്ഷേത്രമായി. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ അതായത് എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എൻ്റെ ഭർത്താവും എല്ലാം കൂടെ മനസ്സായിട്ട് നിന്നിട്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് ദേവിയുടെ ഒരു കൃപാകടാക്ഷം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ദേവിയുടെ അനുഗ്രഹമില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകർ അവരുടെ അടുത്ത് ഇപ്പോൾ
അവർക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ എങ്ങനെ അവിടെ വന്ന് എങ്ങനെ പ്രാർത്ഥിക്കും, അപ്പൊ അങ്ങനെ അവരെടുത്ത് പറയണേ എങ്ങനെയായിരിക്കും അവരെടുത്തൊരു നമ്മൾ പറയുമല്ലോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും പറയണം, എന്ത് പറയണം? ഇപ്പം എന്നോട് പറഞ്ഞും പറയാം അമ്മ ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ പ്രശ്നം എന്നോട് പറയണ്ട, ഭഗവതി വരുമ്പോൾ നിങ്ങൾ ഭഗവതിയോട് പറ. അന്നേരം ഭഗവതി അത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അമ്മ ഞങ്ങൾക്ക് ഇന്ന കാര്യം നടക്കണം ഭഗവതി എന്ന് പറയാൻ, അതായത് നമ്മളെ ഒരു അമ്മയോട് എങ്ങനെ നമ്മൾ താണു വീണു പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മനസ്സിലായി? ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം ഞാൻ മനസ്സറിഞ്ഞെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അന്നേരം അതിൻ്റെ ഫലം കിട്ടുന്നത്. അല്ലാതെ നിങ്ങളവിടെ നിർത്തിക്കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആദ്യം നിങ്ങൾ വേണം കാര്യം അമ്മയോട് പറയാം, നിങ്ങളുടെ കാര്യം. അപ്പം അമ്മ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടായി അത് അടയാള സഹിതം അമ്മ നിങ്ങളോട് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറയണമെന്ന് പറയും. ഞാൻ പറയുന്നത് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പം മോൻ ഇപ്പോൾ നിൽക്കുന്നു, ഇപ്പം മോൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെന്നാൽ എനിക്കറിയത്തില്ലല്ലോ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അങ്ങനെയല്ലേ നമുക്കൊരു വിശ്വാസം. അല്ലെങ്കിൽ അമ്മ പറഞ്ഞ് എന്നും പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇങ്ങനെ പറഞ്ഞ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. പക്ഷെ അമ്മ അത് പറയിപ്പിച്ച് അതെടുപ്പിച്ച് ഇന്ന സ്ഥലത്ത് ഇരിപ്പോ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പല പല പ്രശ്നങ്ങൾ നമ്മളറിയാമെന്നായിട്ട് പല പല പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ മറിച്ച് ഞങ്ങളൊന്നും ചെയ്യത്തില്ല. ഈ വരുന്നവർക്ക് നന്മ ഉണ്ടാകുന്ന മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരാളിന് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു വന്നാൽ അത് നമ്മുടെ അവകാശമല്ല. അത് നമ്മൾ ഭഗവതിയോട് പറയുമ്പോൾ ഭഗവതി തീരുമാനിക്കും, അത്രയേ ഉള്ളൂ. ഒരാളെ ദ്രോഹിക്കത്തില്ല, ഞങ്ങൾ ദ്രോഹിക്കാൻ പറ്റത്തുമില്ല ഞങ്ങൾക്ക്. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ തലമുറ അനുഭവിക്കാൻ പാടില്ലല്ലോ അത്. അപ്പോൾ എൻ്റെ കാലം കഴിയുമ്പോഴത്തേക്കും എൻ്റെ പിള്ളേരോ തലമുറയായിട്ട് ഞങ്ങൾ എന്ത് ചെയ്താലും ഇന്നാ വാരി കൊടുത്താൽ ഇത് കഴിച്ചോന്ന് പറഞ്ഞാൽ അമ്മ കഴിക്കും, മറ്റൊരാളിന് പറ്റത്തില്ല. പക്ഷെ ശാന്തി പൂജ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. പിന്നെ തന്ത്രി വരും, തന്ത്രി വന്നാലും ഞാൻ കയറണം. തന്ത്രി വന്നില്ല, തന്ത്രി വന്നാലും കയറണം. അപ്പോൾ ഒരു ദിവസം പോലും ഇല്ല. പിന്നെ എനിക്ക് വയ്യെങ്കിൽ ആൺപിള്ളേർ കയറും, എന്നാലും മതി. പൂജ എന്ന് പറയാനല്ല, നമ്മൾ മനസ്സറിഞ്ഞ് ഇത് കഴിച്ചു എന്ന് പറയുമ്പോൾ അവർ കഴിക്കും. അത്ര തന്ത്രത്തിൽ കൂടെ അവരെന്തൊക്കെ പറയണം നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവതി ഇത് കഴിക്ക് അമ്മ ഇത് കഴിക്കണമെന്ന് പറയും. കഴിച്ചല്ലേ പറയും ഇതെന്താ ഉണ്ടായിരിക്കണം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കള്ളും പറയും. അത് അമ്മയ്ക്ക് ഇഷ്ടമാണ്, കേൾക്കുകയും ചെയ്യണം. അങ്ങനെ വിളിക്കുകയും ചെയ്യും, നമ്മുടെ പേരെടുത്ത് വിളിക്കുകയും ചെയ്യും നമ്മളെ.